അതിനായിട്ടാണ് ദൈവം നമ്മെ സഭയിലേക്ക് അയച്ചത്. ക്രിസ്തുവിന്റെ പത്രങ്ങളെ പ്രചരിപ്പിക്കുന്ന പത്രങ്ങളാവാൻ എല്ലാവർക്കും സാധ്യമല്ല. മനസ്സിൽ മാലിന്യവും അശുദ്ധിയുമാണെങ്കിൽ പരിശുദ്ധാത്മാവിന് ഒരിക്കലും സ്വർഗത്തിലെ വാർത്തകൾ എഴുതുവാൻ സാധ്യമല്ല. സ്വർഗത്തിലെ വാർത്തകൾ എഴുതണമെങ്കിൽ മനസ്സിൽ വിശുദ്ധി അത്യാവശ്യമാണ്. വിശുദ്ധിയും നല്ല മനുഷ്യനുമാണെങ്കിൽ മാത്രമേ പരിശുദ്ധാത്മാവിന് സ്വർഗത്തിലെ വാർത്തകളെ എഴുതുവാൻ കഴിയുകയുള്ളൂ. നമ്മുടെ ജീവിതത്തിലെ നമ്മുടെ സംസാരങ്ങളിലൂടെയും നമ്മുടെ പ്രവൃത്തികളിലൂടെയും ക്രിസ്തുവിന്റെ സ്വഭാവത്തെയാണ് മറ്റുള്ളവർ കാണേണ്ടത്. ക്രിസ്തുവിന്റെ താഴ്മ, ക്രിസ്തുവിന്റെ സ്നേഹം, ക്രിസ്തുവിന്റെ സമാധാനം, ക്രിസ്തുവിന്റെ എല്ലാ സ്വഭാവങ്ങളും നമ്മിലൂടെ മറ്റുള്ളവർ കാണണം. ബൈബിളിൽ നാം കാണുന്നു, യേശു ക്രിസ്തു ലോകത്തിന്റെ വെളിച്ചമാണെന്ന്. ഈ വെളിച്ചമായ യേശു ക്രിസ്തു നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ നാം ഒരു വെളിച്ചമായി മാറും. നമ്മുടെ സൗരഭ്യം കണ്ട് അനേകം പേർ ക്രിസ്തുവിലേക്ക് കടന്നു വരുവാൻ ഇടയാകണം. ഈ ലോകത്തിലെ വാർത്തകളെ വായിക്കുവാൻ ആളുകൾ തിക്കും തിരക്കും ഉണ്ടാക്കുമ്പോൾ ക്രിസ്തുവിന്റെ പത്രങ്ങളായ നമ്മെയും വായിക്കുവാൻ ആളുകൾ ഉത്സാഹത്തോടെയും ആവശ്യത്തോടെയും വരുവാൻ ഇടയാകണം. ആയതിനാൽ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു നമുക്ക് വാസ്തലം ഉണ്ടാക്കുവാൻ പോയിരിക്കുന്നു. വാസ്തലം ഉണ്ടാക്കി കഴിഞ്ഞാൽ നമ്മെ ചേർക്കാൻ വീണ്ടും വരും. ആ വരവിൽ എടുക്കപ്പെടുക നല്ല ക്രിസ്തുവിന്റെ പത്രമുള്ളവരായി, നല്ല മറ്റുള്ളവരെ ക്രിസ്തുവിന്റെ പത്രങ്ങളെ അറിയിച്ചുകൊണ്ടും ഹൃദയ മാംസ പലകയിൽ പരിശുദ്ധാത്മാവിനാൽ സ്വർഗത്തിന്റെ വാർത്തകൾ എഴുതുന്ന നല്ല ക്രിസ്തുവിന്റെ പത്രങ്ങളായി ഇനിയുള്ള നാളുകളിൽ നമുക്ക് ജീവിക്കാമെന്ന് നാമത്തോടെ ഞാൻ നിർത്തുന്നു. ദൈവം നമ്മെ സഹായിക്കട്ടെ. ആമേൻ.